പവർ ഓഫ് വിഷ്വലൈസേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വിരാട് കോഹ്ലി ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ടത്, ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ടൂറിന് മുമ്പായിട്ട് ഓസ്ട്രേലിയൻ ബൌളേഴ്സിനെ ഇദ്ദേഹം ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ടീമിനെ ഡോമിനേറ്റ് ചെയ്ത് ജയിക്കുന്നത്, അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ സ്കോർ ചെയ്ത് രാജ്യത്തെ അവരുടെ മുന്നിൽ ജയിക്കുന്നത് ഇദ്ദേഹം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, അത് വിഷ്വലൈസ് ചെയ്തു എന്ന് പറയുന്നത്. അത് പതുക്കെ 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 സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇത് മനഃശാസ്ത്രപരമായി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നീക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്? ഇപ്പം അമിതമായി വറി ചെയ്യുന്നു, ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തോക്കുമെന്നുള്ള ഭയം ഉണ്ടാവുന്നു, തോൽക്കുമോ എന്ന് തോന്നുന്നു. അവിടെ നമ്മളൊന്ന് മാറ്റിപ്പിടിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ്, നമ്മൾ ജയിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്റെ ആഗ്രഹം ഒരു സിനിമാ നടനാവണം എന്നാണെങ്കിൽ ഞാനൊരു സിനിമാ നടനായി എന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ഞാൻ അതിൽ ആ രീതി